ഹായ് നമസ്കാരം, എല്ലാവർക്കും അംബ്ലീസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ അപ്പുക്കുട്ടൻ്റെ 12ാമത്തെ ബർത്ത്ഡേയുടെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ വീഡിയോ ആണേ. അജിക്കുട്ടൻ എവിടെ? എന്താ പൊട്ടിക്കാം? കേക്കോ? എന്തോ? ആർക്കാ ഹാപ്പി ബർത്ത്ഡേ? അമ്മമ്മയെ തട്ടല്ലേ, മുത്തശ്ശിയെ തട്ടല്ലേ. ഇതാ വരുന്നുണ്ട് കുഞ്ഞ് സ്റ്റുഡന്റ്. ഉണ്ടോ എന്റെ കൊച്ചിന് കുഞ്ഞിക്കയില്ലാതെ? ക്ലാസ്മേറ്റ്സിനെ പരിചയപ്പെടട്ടെ. ചെണ്ടയിലെ ഒരേ പ്രായത്തിലുള്ള 4 കുട്ടികൾ. അപ്പുക്കുട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോവാണേ. 12 വർഷം എത്ര പെട്ടെന്നാ കടന്നു പോയത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അപ്പുക്കുട്ട, ഹാപ്പി ബർത്ത്ഡേ ടു യു, മേ ഗോഡ് ബ്ലെസ് യു, മേ ഗോഡ് ബ്ലെസ് യു, മേ ഗോഡ് ബ്ലെസ് യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. മക്കളുടെ ഓരോ പിറന്നാൾ വരുമ്പോഴും ഒരുപാട് സന്തോഷമാണ്. കുഞ്ഞുങ്ങൾ വളരുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. പക്ഷേ അതേ സമയം തന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ് കേട്ടോ. അതെങ്ങനെയാണ് വാക്കുകളിൽ കൂടെ പ്രകടിപ്പിക്കാൻ പറ്റുകയെന്ന് അറിയില്ല. വേറൊന്നുമല്ല, കുഞ്ഞുങ്ങളുടെ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തിരിച്ചു കിട്ടുന്ന ഒന്നല്ല. അവരോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും നമുക്കൊരുപാട് സന്തോഷം തരുന്ന സമയങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്നങ്ങ് കഴിഞ്ഞു പോവുകയാണല്ലോ, വർഷങ്ങളിങ്ങനെ ഓടി ഓടി പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, മക്കൾക്കിനി എത്ര വയസ്സായാലും അമ്മമാർക്ക് അവരെന്നും കുഞ്ഞുങ്ങളായിരിക്കും എന്നുള്ളത്. അപ്പുക്കുട്ടന് 12 വയസ്സായി എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലല്ലേ ഈ ഒരു 12 വർഷവും കടന്നു പോയത്. അപ്പുക്കുട്ടനും പിറന്നാൾ ആഘോഷം എന്നൊക്കെ വെച്ചാൽ വലിയ സന്തോഷവും ഇഷ്ടമൊക്കെയാണ്. എന്നാലും ഒരു വിഷമമുണ്ട് ആളിന്. അത് വേറൊന്നുമല്ല, അപ്പുട്ടൻ പറയുന്നത് അപ്പൂന് ഓരോ വയസ്സ് കൂടുമ്പോഴും അമ്മയ്ക്ക് വയസ്സാവുമല്ലേ എന്നുള്ളത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ അപ്പൂന്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പിറന്നാളിന് ഇതുപോലെ നോക്കുമ്പോൾ ഇരുന്ന് കരയുക അപ്പൂട്ടൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്തു പറ്റി കുഞ്ഞിന് ഇത്ര സങ്കടം വരാൻ, എന്താ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യമൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, കുറേ കഴിഞ്ഞപ്പോൾ പറയുന്നു, അത് അമ്മ എനിക്ക് വയസ്സ് കൂടുമ്പോൾ അമ്മ വയസ്സായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും എന്നാലോചിച്ച് കരഞ്ഞതാണെന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുവിധം പറഞ്ഞ് സമാധാനപ്പെടുത്തി കുഞ്ഞിനെ. ഞങ്ങളെല്ലാവരും അപ്പൂട്ടനെ സമാധാനിപ്പിക്കുന്നത് മുത്തശ്ശിയമ്മയെ കാണിച്ചിട്ടാണ് കേട്ടോ. മുത്തശ്ശിക്ക് 90 വയസ്സിന് മേലെയായി, എങ്കിലും ദൈവം സഹായിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ മുത്തശ്ശിയെ കാണിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്, കണ്ടോ മുത്തശ്ശിയമ്മ കണ്ടോ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നത്. പിന്നെ വീട്ടിൽ എന്താഘോഷം നടന്നാലും കേക്ക് കട്ടിങ് എന്നുള്ളത് ഞങ്ങളുടെ അജിക്കുട്ടൻ്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഇത് എന്തുവാ ഇവിടെ നടക്കുന്നേ? അങ്ങനെ ഇത്തവണത്തെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഫോട്ടോയോ വീഡിയോ വല്ലതും എടുക്കുന്നത് കണ്ട അപ്പം തന്നെ എൻ്റെ അജിക്കുട്ടൻ എന്തെങ്കിലുമൊക്കെ ഗോഷ്ഠികൾ കാണിക്കണം കേട്ടോ. ഞാൻ അപ്പുക്കുട്ടൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചതാണേ. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പുക്കുട്ടൻ അജിക്കുട്ടൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങ് ഒതുങ്ങും. അപ്പൂട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പേര് വിഷസ് അറിയിച്ചിരുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തിരക്കുകൾക്കിടയിലും എൻ്റെ മോനെ ഓർത്തതിന്, അവന് വേണ്ടി പ്രാർത്ഥിച്ചതിന്, വിഷസ് അറിയിച്ചതിനൊക്കെ. മക്കളോടൊപ്പമുള്ള ഓരോ നിമിഷവും ആസ്വദിക്കുക കേട്ടോ. ഈ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. അപ്പൂട്ടൻ്റെ പിറന്നാളാഘോഷത്തിൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അപ്പോൾ അകത്ത് പോയി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അംബ്ലീസ് വേൾഡ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം.